സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. രാവിലെ നടയടച്ചിയുടൻ എല്ലാവരും വെപ്പുപുരയിലേക്ക് നീങ്ങും. സ്നേഹതീരത്തിലെ അമ്മമാർക്ക് അന്നമൊരുക്കാനായി ചോദിച്ചുകൊണ്ടാലും വർഷത്തിൽ 100 ദിവസമാണ് വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് അന്നമൊരുക്കാനായി ഇവർ മുടിപ്പര ദേവീക്ഷേത്രത്തിന് സമീപത്തെ ആലഞ്ചുവട്ടിലേക്ക് എത്തുന്നത്. മനുഷ്യൻ്റെ പ്രയാസങ്ങൾ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനോ ഒന്നുമില്ല. നാടിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഉറവിടമാകണം ക്ഷേത്രം. അതാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ തെരുവീതികളിൽ മാനസിക വിഭ്രാന്തി കൊണ്ട ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഉദരക്കുഴിയിലെ ഈ സ്നേഹതീരം. നമ്മുടെ സഹജീവികൾക്ക് നമ്മൾ 100 ദിവസം ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയാണ് ഭദ്രതീർത്ഥം അന്നപൂർണ്ണ. ഏറ്റവും കൂടുതൽ നമ്മളെ കല്ലറ പഞ്ചായത്തിൽ ഹിന്ദുക്കളും മുസ്ലിംസാണ് ഉള്ളത്. തുമ്പോട് മുടിപ്പുരയിൽ ഒരു കാര്യമൊന്നും പറഞ്ഞ് സമീപിച്ചാൽ കല്ലറയിലുള്ള മുസ്ലിംസ് എന്നാണ് നമുക്ക് ഒരുപാട് തുമ്പോട് മുടിപ്പുരയ്ക്ക് വേണ്ടി പിരിവ് കിട്ടും. നമ്മളെ ആഘോഷ പരിപാടിയിലെല്ലാം നല്ലൊരു സഹകരണം നമുക്ക് അവരിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഒരു മതസൗഹാർദ്ദപരമായിട്ട് നിൽക്കുന്ന ഒരു അമ്പലമാണ് തുമ്പോട് മുടിപ്പുര ദേവി. മുടിപ്പുര ദേവീക്ഷേത്രത്തിലെ വെപ്പുപുരയിൽ പാകപ്പെട്ട രുചിയേറും വിഭവങ്ങളുമായി സ്നേഹതീരത്തിലെ അമ്മമാരുടെ അടുത്തേക്ക്. ഭക്ഷണമൊരുക്കാൻ കൂടിയവർ തന്നെ വിളമ്പാനുമുണ്ടാകും. ഈ വരുന്നതല്ല എൻ്റെ മക്കളിങ്ങനെ, ഈ വരുന്നതല്ല എൻ്റെ മക്കൾ. ഈ അമ്മമാരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഇവർ കൂട്ടുകൂടും. ചള്ളാസ്, മോര്, അവിയല്, പുളിശ്ശേരി രുചിയുണ്ട്. പഴം, പപ്പടം ഒക്കെ രുചി ഉണ്ടാകും. ഓണം പോലെ ഉണ്ടായി. ഏത് ക്ഷേത്രമായാലും ഏത് പള്ളിയായാലും ഏത് മോസ്കായാലും നിങ്ങൾ ചെയ്യുന്ന ദാനം ഈശ്വരൻ തുല്യമായ ദാനമാണ്. നിങ്ങൾക്ക് എന്നും അഭിവൃദ്ധി ഉണ്ടാവും. MBBS തൊട്ട് MSc മാത്സ് വരെയുള്ള MSc മാത്സ്, ശ്രീചിത്രയുടെ ഹെഡ് നേഴ്സ്, ബിടെക്, ജീവിതത്തിൻ്റെ വലിയ നിലകളിലുണ്ടായിരുന്നവർ ഈ രോഗം സംഭവിച്ചതിൻ്റെ പേരിൽ അവരെ ആർക്കും വേണ്ട. അവരെ പോലീസും ജനപ്രതിനിധികളും സ്നേഹതീരത്തെത്തിക്കുമ്പോൾ ഞങ്ങൾ സൈക്കാട്രി ഡോക്ടറിനെ കാണിച്ച് പേരൂർക്കടയിലെ ചികിത്സയാണ് എല്ലാവർക്കും. അവരെ അവിടെ ചികിത്സിച്ച് ശുശ്രൂഷിക്കുന്നു. മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയിൽ ഓർമ്മയിലേ മാർമരങ്ങൾ, ഓർമ്മയിലേ മാർമരങ്ങൾ. ആ ആ ഈ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നന്മകൾ ഒരു നാടിൻ്റെ മതേതര കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമാണ്. ഇനിയുമേറെ ഇത്തരം മാതൃകകൾ ഉണ്ടാകട്ടെ. ക്യാമറമാൻ ബോണിക്കൊപ്പം ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.